ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ടു അൽ ഷസാം. സത്യം പറഞ്ഞാൽ ഇന്ന് ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു എൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ അനിയത്തിയാണ്. എന്നെ അങ്കിൾ എന്നാണ് വിളിക്കണം. അപ്പം ഞാൾക്ക് മേടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അവൾക്ക് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത്, ഞാൻ പണ്ട് കാശൊന്നും ഇല്ലാതെ എൻ്റെ തിരിഞ്ഞിറങ്ങുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണമെന്ന്. അപ്പം അവൾ ജൂലിയ എന്നാണ് പേര്, നമ്മളെ ഫാമിലി ഫ്രണ്ടിൻ്റെ മോളാണ്. ഞാൻ പണ്ട് ദുബായിലൊക്കെ താമസിച്ചിരുന്ന സമയത്ത് ഒരുപാട് നമ്മൾ ഭയങ്കര ക്ലോസ് ആയിരുന്നു, ലുട്ടാപ്പിയായിരുന്നു ആ സമയത്തൊക്കെ. ഇപ്പോൾ വലുതായിട്ട് 24 വയസ്സെന്തോ ആയി ശവം. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ ആദ്യം എന്തായാലും ഒരു ഷൂസും അതുപോലെ അവൾക്കൊരു ഫോണുമാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. മിക്കവാറും ഒരു S23 ആയിരിക്കും. ആൻഡ് ഒരു നല്ലൊരു ഷൂസ് മേടിച്ചു കൊടുക്കണം. 22 മറ്റൊന്ന് ഞാൻ അവളെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ അവൾ നമുക്ക് സർപ്രൈസ് ചെയ്യാൻ ശ്രമിക്കാം. സർപ്രൈസ് ഒന്നും ആവുകയൊന്നുമില്ല ഊള, പക്ഷേ എന്തിനാണെങ്കിലും മേടിച്ചു കൊടുക്കണമെന്ന് എൻ്റെ ഒരു മനസ്സിലുണ്ട്. അപ്പോൾ ഞാനത് ഒരു ബ്ലോഗ് ആക്കാം എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഗൈസ്. ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളിവിടെ എന്തിനായിരുന്നു മോൾ ഓഫ് ദി എമിറേറ്റ്സിൽ തെണ്ടി ഞാടൊക്കെയാണ് ഷൂസ് ഒന്ന് നോക്കിക്കൊണ്ട്. അവളെന്തിനാ പ്യുവർ വൈറ്റ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ്, അതാണെന്ന് ഫുൾ വൈറ്റ് ഷൂസാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന്. അപ്പോൾ അത് നോക്കി നടക്കുകയാണ്. അപ്പോൾ നൈക്കിയിലായത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊരെണ്ണം മേടിച്ചു കൊടുക്കണം. സോ അപ്പോൾ ആദ്യം ഞാൻ ഇതിൽ ഫുഡ് അടിക്കട്ടെ കേട്ടോ. നമസ്കാരം. എവിടെയാണ് നോക്കാളാ? ഇവിടെ എന്തായാലും ഞാൻ നല്ലൊരു മനോഹരമായ ഒരു എന്തായിരുന്നു അൽ ഹലാബ് എന്ന് പറയുന്നൊരു കട കേട്ടോ. നല്ല കത്തിയാണ് കേട്ടോ. ഞാൻ പിന്നെ ഇവിടുത്തെ ഈ പറയണ ഷവർമ എന്ത് ടേസ്റ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്ന് ഓർഡർ ചെയ്തതേ ഉള്ളൂ. ഷവർമല്ല, ഷീസ് തൗക്ക്. ഇത് 50 ദർഹത്തിൻ്റെയാണ്. നമ്മുടെ വെളിയിൽ 10 എന്തോ കിട്ടണ സാധനം ഇവിടെ 48 ദർഹമാണ്. അപ്പോൾ അത് എന്തൊരു മഹത്വമാണെന്ന് എനിക്കൊന്ന് കാണണം, ടേസ്റ്റ് ചെയ്യണമെന്ന് ഉള്ളതുകൊണ്ട് വന്ന് കഴപ്പ് കാണിക്കണമെന്നേ ഉള്ളൂ. അൽ ഹലാബ് എന്നാണ് ഈ കടയുടെ പേര് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് പച്ചക്കറിയും ഒലീവ്സും ബ്രെഡും അത്രയുള്ള ചൂടുവെള്ളവും വന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മുടെ ഫുഡ് ഈ പ്ലേറ്റിൽ വന്ന് ഇങ്ങനെ ഇരിക്കും. പക്ഷേ കടയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അതാണ് അൽ ഹലാബ് എന്നാണ്. നമസ്കാരം, നമ്മുടെ സാധനം വന്നു കേട്ടോ. ഈ 4 പീസിനാണ് 48 ദർഹം. എൻ്റെ പൊന്നു മക്കളെ, ഞാൻ ഇപ്പോഴേ പറയാണ്, ഇവിടെ വന്ന് കഴിക്കരുത്. സോറി ടു സേ ദിസ്, പക്ഷേ ഇത് ഭയങ്കര നഷ്ടമാണ് അവിടെ. കൊള്ളാം, പക്ഷെ 48 ദർഹത്തിനില്ല. എന്നിട്ട് ആളെ അടിച്ചിടാൻ വേണ്ടിയിട്ടുള്ള പ്രൈസ് ആടെ കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ എന്തിനാണെങ്കിലും ഇനി ഷൂസ് വാങ്ങിക്കാൻ നമ്മൾ ഡ്രോപ്പ് കിക്സ് എന്ന് പറഞ്ഞ കടയിൽ പോവുകയാണ്. അവിടെ ഒരു സാധനം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, അതങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അവളെ സൈസ് നോക്കിയിട്ട് പിന്നെ നമുക്കൊരു ഫോണും കൂടെ മേടിക്കണം. ഫോണും കൂടെ മേടിച്ച് കഴിഞ്ഞാൽ കാര്യം സെറ്റായി. സോ ലെറ്റ്സ് സീ. അവൾക്ക് ഷൂസ് വാങ്ങിച്ചപ്പോൾ ഞാൻ 1 പീസിൻ്റെ ടീഷർട്ട് ബുക്ക് ചെയ്തതായി. കൊള്ളാം. എന്തായാലും ഷൂസ് മേടിച്ച് ഞാൻ മറ്റേ ടീഷർട്ട് മേടിച്ചതായി. ഇനി ഫോൺ ഒന്നെങ്കിൽ ഇവിടെ വില കൂടുതലാണെങ്കിൽ ഞാൻ അൽത്തമാമിൽ ചോദിക്കും. നമുക്കിവിടെ എന്തായാലും ഒന്ന് കുറങ്ങാം. ലെറ്റ്സ് സീ, കുറച്ച് ലാഭത്തിന് S23 കിട്ടുമെങ്കിൽ അത് മേടിക്കാം. ഇല്ലെങ്കിൽ അൽത്തമാമിലായിരിക്കും മിക്കവാറും പോകണം. എങ്കിലും അൽത്തമാമിൽ തന്നെ പോവാടെ, ബിക്കോസ് ഇവിടെ ഭയങ്കര വിലയാണ്. മോളിൻ്റെ അകത്ത് S23 അൾട്ര 3000 ദർഹത്തിന്, അതായത് നമ്മുടെ നാട്ടിൽ 69,000 എന്തോ രൂപയ്ക്ക് ഇവിടെ ഇരിപ്പുണ്ട് സാംസങ്ങിൻ്റെ ഷോറൂമിൽ 256 GB. പക്ഷേ അതിനേയും കാട്ടി വില കുറഞ്ഞ് അൽത്തമാമി കിട്ടും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു അൽത്തമാമിൽ നാളെ പോയി മേടിക്കും. വെറുതെ എന്തിനാണ് ചുമ്മാ കാശ് കളയാണ്. അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇന്നാണ് മറ്റേ ഗിഫ്റ്റ് കൊടുക്കുന്ന ദിവസം. ആ ശവത്തിനെ ഞാനിന്ന് 6 മണിക്ക് കാണും. ഞാൻ ശവം എന്നൊക്കെ വിളിക്കുന്നത് എനിക്ക് അത്രയും പ്രിയപ്പെട്ട വ്യക്തി ആയതുകൊണ്ടാണ്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് മങ്കീനെ കാണാൻ പോണത്. അപ്പോൾ എന്തായാലും അവൾക്ക് ഞാൻ S23 256 GB ലാവെൻഡർ നമ്മുടെ അൽത്തമാമിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെടുക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ അൽത്തമാമിൽ വന്നിരിക്കുകയാണ് ഫോൺ എടുക്കാനായിട്ട്. നമ്മുടെ റാഷിദ് ഭായി ഉണ്ട്. ഈ പുള്ളി ഉണ്ടല്ലോ, പുള്ളി ഒന്ന് ബിവേറാണ് കേട്ടോ. പുള്ളിയായിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നത് നമ്മളെ കൊല്ലും. ഇനിയും കഴിക്കുന്നുണ്ട്. പക്ഷെ നല്ല മനസ്സിലാവും. നമ്മളെ ഭായി അത്താണ്. അപ്പോൾ നമ്മളൊന്ന് S23 എടുക്കാൻ വന്നത്, വെറുതെ പ്ലസ് തീർന്ന കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് വില കുറഞ്ഞ സാധനം കിട്ടും ഗൈസ്, ഇല്ലേ? ഞാൻ പ്രൈസ് പറയുന്നില്ല, ഞാൻ എത്രയ്ക്കാണ് ഇത് എടുത്തതെന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ വന്നാൽ നല്ല പൈസ കിട്ടും. എൻ്റെ പേര് പറഞ്ഞാൽ മതി, ഷസാബ് കാ ആത്മി ഹേ എന്ന് പറഞ്ഞാൽ മതി. ചിലപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഓടാൻ പറയും. അത് നിങ്ങൾ അവരെ മൂടനുസരിച്ചിരിക്കും. അല്ല, അവർ പറയൂല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫ് ഷസാബ്, കോഡ് ഷസാബ്. ഓക്കെ, ഇത് കരസ്ഥമാക്കിയിരിക്കുകയാണ് 256. ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുന്നു, അതൊന്നും മടിച്ചിരിക്കണം, ഒരു കുഴപ്പമില്ല. നമ്മളെ വീഡിയോയിലൊക്കെ വെറുതെ ഒന്ന് നടന്നൊക്കെ പോവാം.
അപ്പോൾ അങ്ങനെ കരസ്ഥമാക്കിയിരിക്കുകയാണ് ഗൈസ്. ഇതിനി അവളെ മോന്തേരെ റിയാക്ഷൻ കാണുന്നത് കൊടുക്കുമ്പോൾ എന്തരാവും എന്ന് നോക്കാം. എന്താണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ട് നമ്മുടെ ദ ഫുർക്ക ദോസ്ത് എന്ന് പറഞ്ഞാൽ മതി, ഡെയിലി കിട്ടുവടെ ഓഫ്. അപ്പം ഇനി നമ്മൾ നേരെ പോകുന്നു സർപ്രൈസ്. ഹായ് ഗൈസ്, അങ്ങനെ ഞാൻ ദുബായ് ഹിൽസ് മോളിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ്. അവർ ടിം ഹോട്ടൻസിൻ്റെ ഫ്രണ്ടിലുണ്ട്. ആദ്യം നമുക്ക് അവൾക്ക് ഷൂസ് കൊടുക്കാം, അതിന് ശേഷം നമുക്ക് ഫോൺ കൊടുക്കാം. പിന്നെ എന്തിനാണെങ്കിലും അവരെവിടെയാണോ നോക്കട്ടെ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഈ എൻ്റെ അപ്പനോ ഇതാ ഞാൻ വാങ്ങിച്ചോട്ടെ ഷൂസാണ്. 17 വയസ്സായിട്ട് ഇതിനായിട്ട് വളർന്നിട്ടില്ല. 24 വയസ്സായി, പക്ഷേ അത് തന്നെ ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ഇതുപോലെയൊക്കെ എനിക്കും ജീൻ ഉണ്ടായിരുന്നെങ്കിൽ. പിന്നെ എന്താണ് വിശേഷം? യൂറോപ്യൻ മതാമിൽ യൂറോപ്യൻ വിശേഷം. യൂറോപ്പിലാണ് കേട്ടോ. ആരെങ്കിലും പരാഗ്വേയിൽ പോകണമെങ്കിൽ അങ്ങനെ ചെക്ക് റിപ്പബ്ലിക് പ്രാഗിൽ പോവുകയാണെങ്കിൽ ഈ മരം വന്ന കാണാം. എത്ര വർഷത്തിന് ശേഷമാണ് മീറ്റ് ചെയ്യുന്നത്? 7 വർഷമായി. ഇവളെ അനിയത്തിയെ ഞാൻ ഇവിടെ ദുബായ് വന്നപ്പോൾ കണ്ടായിരുന്നു. ചേച്ചിയൊക്കെ ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇവളെ 7 വർഷത്തിന് ശേഷമാണ് കാണുന്നത്. അതിന് യാതൊരു ഫീലിങ്ങും ഇല്ല. അതേപോലെ തന്നെ ഉണ്ട്. ഞാൻ അന്ന് കൊച്ചിലെ അതേപോലെ ഉണ്ട് ഇപ്പോഴും. വെരി ഗുഡ്. എവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണമല്ലോ. നമ്മൾ എവിടെയെങ്കിലും പോയി ഇരിക്കട്ടെ ഗൈസ്. ആണ് നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ്, നമ്മുടെ സ്വന്തം ചേച്ചിയാണ്. ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേ വന്നിരുന്ന് നിലവിളിക്കുകയൊക്കെ ചെയ്യും. ഫാമിലി ആയിട്ട് വന്നിരുന്ന ഈ ശവമുണ്ട്. ഇവരൊക്കെ വന്നിരുന്ന നിലവിളി. സത്യം പറഞ്ഞാൽ പാട്ടാണ് കേട്ടോ. ഞാൻ വെറുതെ തമാശയ്ക്ക് പറയണമെന്നേ ഉള്ളൂ. പക്ഷെ ഗംഭീരമായിട്ട് പാടും ചേച്ചി. ഇങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ആരെവിടെ ആയിരുന്നു മറ്റെന്തോ കോൺസെർട്ട്? ആൻഡ്രിയ മോറിക്കോണി. പുള്ളിക്കാരൻ്റെ ഓർക്കസ്ട്രയിൽ തൊണ്ട കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് നീ അറിയണ്ട. അതൊരു വലിയ ആളാണ്. ആ പാട്ടൊക്കെ പാടിയിട്ട് ഒന്ന് തളർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തിനാണെങ്കിലും ഞാനൊരു ക്യാപ്പി പറഞ്ഞിട്ടെ, ഫ്രഞ്ച് വ്യാനിലയും പിന്നെ നമ്മളെ മുട്ടപ്പപ്സ് അല്ല എന്തോ ഒരു പപ്സ് ഇതായിരിക്കുന്നത്. ഇത് ശവമേ എന്നാ. ഞാൻ 10 വർഷം മുന്നേ വാങ്ങിച്ചോട്ട് ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് നടക്കണേന്ന്. നാണോ ഇല്ലാത്തവള്, പിച്ചക്കാരിയെ പോലെ സംസാരിക്കണതാണ്. ഇത് ആൻഡ്രിയാണ് സെലക്ട് ചെയ്തത്, ഞാനല്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ബില്ലുണ്ട്, പോയി സൈസ് നോക്കി എടുക്കുക. നക്കി. യു ആർ വെൽക്കം. ഈ എവിടെയാണ് ഷൂസ്? കോൺവേഴ്സ് ആണ്. പണ്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തത്. ബിക്കോസ് ഞാൻ ഈ കോൺവേഴ്സ് പ്രാന്തനാണ്. എന്തിനാണെങ്കിലും അത് ഭയങ്കര ഒരു നിമിത്തമായി പോയി. വെൽ ഡൺ. ഞാനും ഹാപ്പി. ഞാൻ വിചാരിച്ചില്ല. ഞാൻ വെറുതെ ഇവള് പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ അടിക്കുന്നത്. ഐ ആം ഗെറ്റിംഗ് ഓൾഡ് ഗൈസ്. ഇതാണ് ലെവള സിസ്റ്റർ കേട്ടോ. ഇവള് മൊബൈഡോയിലാണ് വർക്ക് ചെയ്യണത്. എനിക്ക് കുറച്ച് ഷർട്ട്സ് മേടിച്ച് തന്നു. താങ്ക് യു ഗൈസ്. രഞ്ജി ചേട്ടൻ അവിടെ ഷർട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രഞ്ജി ചേട്ടൻ സെലക്ട് ചെയ്ത ഷർട്ട് ഞാൻ എടുത്ത് പൊക്കി. അതിനതാണ്ട് ഈ ബ്രൗൺ. ഗൈസ്, നമ്മൾ പോർച്ചുഗൽ കോഴി തിന്നാനായിട്ട് ഒരു കടയിൽ കയറിയിരിക്കുകയാണ്. ഇതിലല്ലോ ഇത് ഓർഡർ ചെയ്യാം. ക്വാർട്ടർ, ഹാഫ് ബോക്സ്. എന്തിനാണെങ്കിലും ഇത് കഴിച്ചിട്ട് വരാൻ കേട്ടോ. What? Yeah. Stop. Yes. No. Yes. I just wanted the shoes. Shoes and tears at least. പണ്ടായിരുന്നു ഈ പെണ്ണ് കരയുമായിരുന്നു. ഇപ്പൊ മുതുക്കായി. Thank you so much. Yes, ladies and gentlemen. Why? പയ്യ വേണ്ടേ? എന്നാ ചേച്ചി കൊടുത്തരാം. Thank you. Go again. What do you mean? അയ്യോ, അൺബോക്സിംഗ്. How do I open this, Andrea? Help me. No. It's so pretty. It's so pretty. And now you have to like. Oh, and the phone color. I love the color. It's so pretty. Very nice. Amazing. Amazing അണ്ണനെ അവള്.
അതും സാംസങ് തന്നെ കേട്ടോ. ഞാൻ ഭാഗ്യം, ഞാൻ ഈ പിള്ളേരൊക്കെ ഈ ഐഫോണിൻ്റെ ആൾക്കാരാണെന്ന് വിചാരിച്ചിരുന്നേ. സോ യാ, അപ്ഗ്രേഡഡ്. Thank you so much. മിഷൻ സക്സസ്ഫുൾ. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പണ്ടായിരുന്നെങ്കിൽ ഈ ഊളയൊക്കെ കരയുമായിരുന്നു. എൻ്റെ ഒരു പഴയ വീഡിയോ ഉണ്ട്, ഇവരെ മറ്റേ സർപ്രൈസ് ചെയ്യിപ്പിക്കണ ഓർമ്മ വേണ്ട, ട്രാവൻകൂർ മോളിൽ. അതൊക്കെ എന്നോ വൈറലായ വീഡിയോ ആണ്, പഴയ വീഡിയോ. Because you said you weren't gonna come. അതന്നെ And we were പക്ഷെ waiting for you നൈസായിരുന്നു. for so long. ഇതെങ്ങനെയുണ്ട്? ലാവൻഡർ കളർ അങ്ങനെ എന്തിനാണ് അതിന്റെ I love the color. It's so pretty. Matches my nails. ജോ ഗൈസ്, പോർച്ചുഗൽ ചിക്കൻ കൊള്ളാം കേട്ടാ. പോർച്ചുഗീസ് ചിക്കൻ ഒരു ലെമണി സിട്രസ്, ലെമണി സിട്രസ് ഫീലിംഗ് ആണ്, കൊള്ളാം. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു ചേച്ചിക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റും ചേട്ടനൊരു ചെറിയൊരു വാച്ചും നമ്മൾ മേടിച്ചിരിക്കുകയാണ്. അതും കൂടെ കൊടുത്തിട്ട് എല്ലാവരും നമ്മളൊന്ന് വീട്ടിലോട്ട് പറഞ്ഞു വിടുന്നതായിരിക്കും. ഇന്നൊരു സർപ്രൈസ് ഡേ ആയിരുന്നു ഗൈസ്. ഞാൻ ദുബായ് വന്ന സമയത്ത് ഞാൻ ഇവിടെ ഇവരെയൊക്കെ കൂടെയാണ് താമസിച്ചിരുന്നത്. അടിപൊളിയായിരുന്നു, ടോർച്ചറിങ് ആയിരുന്നു ഈ പിള്ളേരൊക്കെ. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡുണ്ട് ഗൈസ്. അത് ഞാൻ ഒരിക്കലും മറക്കാറില്ല. സോ യാ, ഇത് എൻ്റെ ഒരു ചെറിയൊരു സന്തോഷം. ബിക്കോസ് അന്നൊന്നും ഞാൻ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. അതായത് അവരൊക്കെ അത്രയും നമ്മളെയൊക്കെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകും. നമുക്ക് ഞാൻ പറയാം, അത് ഒരു വേറൊരു ഇതാണ്. അത് ചിലവർക്ക് മനസ്സിലാവും. അപ്പോൾ അതിനൊരു ചെറിയൊരു റിട്ടേൺ ഗിഫ്റ്റ് ഫ്രം മൈ സൈഡ്. നമ്മളൊരു നിലയിലൊക്കെ എത്തിയത് കൊണ്ട് അത്രേ ഉള്ളൂ. ഇത് രഞ്ജിച്ചേട്ടൻ. ചേട്ടൻ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടാ? സന്തോഷം. ഭയങ്കര പാടാണെന്ന് പറഞ്ഞായിരുന്നു. ഇതാവുമ്പോ ഈ കൈ കിടക്കുന്ന ഈ സാധനവും ഇതിന്റെ ഒരു മിക്സ് പോലെ എനിക്ക് തോന്നിയത്. ചേട്ടന്റെ കൈ കിടക്കുന്ന ഇതും അതിന്റെ ഒരു മിക്സ് പോലെ ഫീൽ ചെയ്തു. സൂപ്പർ അല്ലേ? പേഴ്സിൽ തുറന്നു നോക്ക്. അതെ, ഇത് വെറുതെ നമ്മൾ കവർ അവിടെ നിന്ന് ചെറുതായിട്ട് ഇതെല്ലാം ഫ്രീ, മൊത്തം ഫ്രീ. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ഞാനും കൂടെ ഉണ്ടായിരുന്നു. എന്താ കവർ മാത്രമേ ഉള്ളാടേ? എങ്ങനെയുണ്ട്? നമ്മൾ ചെറിയൊരു ഇയർ റിംഗ് മേടിച്ച് അവളാണ് സെലക്ട് ചെയ്തേട്ടാ. വാച്ച് ഞാനാണ് സെലക്ട് ചെയ്തത്. അല്ല, ഈ ഡ്രസ്സിന് ചേരുന്നുണ്ട്, ഡ്രസ്സുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓൾ തംസ് അപ്പ്. അപ്പോൾ എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടി, സന്തോഷമായി. നീ എന്നാടേ പോണ? ഓ, ടാറ്റ. അതന്നെ. ഓ മൈ ഗാഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് നിർത്തിയാണ് ഗൈസ്. അപ്പോൾ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ് എല്ലാവരും.